ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഫറാസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് 6-ാം തീയതി രാത്രിയാണ് കേട്ടോ ഈ സംഭവം. കേക്കൊക്കെ മുറിക്കണതും പുറത്ത് പോയി ഫുഡ് കഴിച്ചതൊക്കെ 6-ാം തീയതി രാത്രിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യണമെന്നോ പുറത്ത് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നവാസ്കാക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല, അവർ 3 വീട്ടിലായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയില്ല കേട്ടോ. സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് നേരത്തെ മേടിച്ചപ്പോൾ അതിന് 10 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഫ്സര അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ച് അനു വന്നപ്പോൾ വന്നതായിരുന്നു. ഞാൻ വന്ന ടൈമിൽ കേക്കും കൊണ്ടുവന്നവരറിയുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നതാണ്. Happy birthday to you. Come on, open it. Yes. ഈ ചെറു വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുടിക്കണം. അവൻ അതിനാണ് നാട്ടിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നവാസ്ക വീട്ടിലേക്ക് എത്തിയപ്പോൾ നീനും പാത്തവും പാച്ചവും വന്നിട്ടാ എന്നെ അന്വേഷിച്ചിട്ട്. ഞാൻ അവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ കൂടെ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അവനോട് പറയണ്ട കേട്ടോ, നമുക്ക് ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അതേ വന്നപ്പോൾ ഫറാസിന് സർപ്രൈസ് തന്നെ ആയിട്ടാ. കാരണം ആളെപ്പോഴും പറയും എൻ്റെ ബർത്ത്ഡേ എന്നെ ഓർമ്മിപ്പിക്കരുതിട്ടാ, എൻ്റെ ബർത്ത്ഡേ എന്നെ ഓർമ്മിപ്പിക്കരുതിട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ തലേ ദിവസം കട്ട് ചെയ്യുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടാവൂല. അപ്പൊ ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടാ. 2 ദിവസം മുന്നേ വരെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ആള് പറയലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് പോണ കാരണം എല്ലാം പാക്ക് ചെയ്ത് ഞാനിട്ട് എടുത്ത് വെച്ചതായിരുന്നു. പോകുമ്പോൾ ഇടാനുള്ളതും ബർത്ത്ഡേക്ക് ഇടാനുള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡ്രസ്സൊക്കെ ഇട്ടത് കട്ട് ചെയ്യണം കേട്ടാ. ഇത് അഫ്സിയുടെ മോനാണ് കേട്ടാ. അവന് ഞാൻ ഫറാസിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് കട്ട് ചെയ്യണം. ഫറാസിനായിട്ട് ഭയങ്കര കൂട്ടണ ആള്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടാ. അപ്പം ഞാൻ എപ്പോഴും ഫറാസിനോട് പറയും, ഇനി പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് നാട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കുക അത് ഇതെന്നൊക്കെ പറയൂട്ടാ. അപ്പോൾ സർപ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയണത്. എന്നെ ഓർമ്മിപ്പിക്കരുതിട്ടാന്ന് പറയണത്. അപ്പോൾ സർപ്രൈസ് എന്തായാലും കിട്ടി. മാമാടെ നിന്നും ഗിഫ്റ്റ് കിട്ടി. ഞാനും മാമേച്ചു മാമ എടുത്തോട്ടെ ആമന് വരും അടുത്ത വായ പണങ്ങല്ല. താങ്ക്യൊക്കെ പറഞ്ഞോ. അതൊന്നോട്ടെ, അതൊന്ന് പാടും. സന്തോഷമായ നിനക്ക് സന്തോഷമായിട്ട് ഒരു കാര്യം അതൊക്കെ പിന്നെ കളിക്കാൻ പോണ പോണ്ട നമുക്ക് അതിൽ തന്നെ വെച്ചോ. ഗിഫ്റ്റ് കിട്ടിയത് ക്രോം ബുക്കാണ്, പിന്നെ ഒരു വാച്ചും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാത്തോനും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ 1 ദിവസം മാത്രമേ തരുള്ളൂ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും അതായിട്ട് ഇരിക്കാതൊന്നും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ എടുത്തു വെക്കുള്ളൂ, എന്നിട്ട് നിങ്ങൾക്ക് തരുള്ളൂ 1 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതേ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
കെൻസിൻ്റെ അവിടെയുള്ള KFCയിലേക്കാണ് പോണത്. ഇവർക്ക് KFC അങ്ങനത്തെ ഐറ്റം ബ്രോസ്റ്റഡൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഫിസാൻ്റെ ബർത്ത്ഡേ വരുന്നത് ജൂലൈയിലാണ്. പാത്തുൻ്റെതും ഫറാസിൻ്റെതും അടുത്തടുത്ത മാസമായിരുന്നു. പാത്തുൻ്റെത് ഏപ്രിലും ഫറാസിൻ്റെത് മെയ്, ഫിസാൻ്റെ ജൂലൈയുമാണ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അജ്മാനിൽ തന്നെ കെൻസിൻ്റെ അവിടെ ഒരു KFC ഉണ്ട്, അവിടെ കാണിട്ടാ പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്